അസ്സലാമു അലൈക്കും വളരെ ആദരവോടെ വിഷയാവതരണത്തിന് വേണ്ടി ക്ഷണിക്കും. നഹ്മദുഹു വനുസല്ലി വനുസല്ലിം അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. രാവിലെ മുതൽ നിരന്തരമായി ഉപദേശങ്ങളും പഠന ക്ലാസുകളും കേട്ട് ക്ഷീണിച്ചിരിക്കുന്ന നിങ്ങളെ 32 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള ഈ പത്തനംതിട്ടയില് ഉച്ചയ്ക്ക് വയറ് നിറച്ച് തേങ്ങാച്ചോറും ബീഫ് കറിയും തന്നിട്ട് അത് കഴിച്ച കഴുകിയ ഉടനെ ഇങ്ങനൊരു മജ്‌ലിസിൽ കൊണ്ടുവന്നിരുത്തി ദൈവ അസ്തിത്വത്തെയും മത ആവശ്യകതയും അതിന്റെ നിരാശത്തെയും കുറിച്ച് അതിന്റെ ശാസ്ത്രീയ തത്വശാസ്ത്ര അവലോകനങ്ങൾ ഞാൻ നടത്തി കഴിഞ്ഞാൽ നീരസമായിരിക്കും നിങ്ങളുടെ പ്രതികരണമെന്ന് ഇങ്ങനെ പല സന്ദർഭങ്ങളിലും ഇതുപോലിരുന്ന് കേട്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് നല്ലതുപോലെ അറിയാം. വയറ് നിറച്ച് കഴിച്ചിട്ട് ഉറക്കം തൂങ്ങിയിരിക്കുന്ന നിങ്ങളോട് ഭൗതിക ശാസ്ത്രത്തിന്റെയും തത്വശാസ്ത്രത്തിന്റെയും തെളിവുകളും വാദങ്ങളും മറുവാദങ്ങളും പറയുന്നതിനേക്കാൾ വലിയ ഒരു ക്രൂരത ഇല്ല എന്ന് ഉറച്ച ബോധ്യമുള്ളത് കൊണ്ട് ആ ബോധ്യത്തിൽ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ ഇങ്ങനൊരു വിഷയം തീരുമാനിക്കപ്പെട്ടു പോയത് കൊണ്ടും ഇവിടെ ഇല്ലാത്ത മറ്റു പലരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടും നമ്മളുടെ ബഹുമാന്യനായ ആശു ഉസ്താദ് സ്റ്റേജിലിരിക്കുന്നു. ആ ഒരു സ്റ്റേജിൽ എന്തെങ്കിലും പറയാതെ പോകുന്നത് സ്റ്റേജിനോടും അദ്ദേഹത്തോടും കാണിക്കുന്ന ഒരു മര്യാദകേടാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ട് എന്താണ് മതം, എന്താണ് മതനീരസം, അതിന്റെ ആവശ്യകത എന്താണ് എന്ന് നമുക്കൊക്കെ മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ എന്നെ നജീം ഉസ്താദ് ഇന്നലെ വിളിച്ച് പറയാൻ ഏൽപ്പിച്ചിരുന്ന വിഷയങ്ങൾ അത് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. അത് പറയാൻ പറ്റിയ ഒരു അന്തരീക്ഷവുമല്ല. അതുകൊണ്ട് 10 മിനിറ്റ് പറഞ്ഞിട്ട് ഇവിടെ പറയപ്പെട്ട പ്രൗഢഗംഭീരമായ ഈ സംഭാഷണം ഞാൻ അവസാനിപ്പിക്കാമെന്ന് ആമുഖത്തിൽ തന്നെ പറയുകയാണ്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് അവന്റെ സൃഷ്ടികളായ മനുഷ്യർക്ക് ദൈവിക സന്ദേശവുമായി ഭൂമിയിലേക്ക് അവതരിച്ച ലക്ഷക്കണക്കിന് പ്രവാചകന്മാർക്ക് അവസാനം കുറിച്ചുകൊണ്ട് മക്കയിൽ അവതരിക്കുകയും മദീനയിൽ വെച്ച് തന്റെ ദൗത്യം പൂർത്തിയാക്കി മരണപ്പെട്ട് ലോകത്തോട് വിട പറയുകയും ഇനി ലോകാവസാനത്തിന്റെ നാളുകൾ എണ്ണപ്പെട്ടതാണ് എന്ന് വ്യക്തമായി നമ്മളോട് പറയുകയും ചെയ്തിട്ടാണ് പോയത്. പ്രവാചകൻ വഫാത്താകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക്, കുറച്ച് നാളുകൾക്ക് മുമ്പ് അവതരിച്ച സൂറത്താണ് സൂറത്തുൻ നസ്ർ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ദാക അജലു റസൂലില്ലാഹ്. ഭൂമിയിലേക്ക് അവതരിച്ച അവസാനത്തെ പ്രവാചകന്റെ ദൗത്യവും അവസാനിച്ചു എന്ന് സൂചിപ്പിക്കുന്ന സൂറത്താണ് സൂറത്തുൻ നസ്ർ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു തല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا. അല്ലാഹുവിന്റെ സഹായവും വിജയവും താങ്കൾക്ക് വന്നു കഴിഞ്ഞാൽ
ജനങ്ങൾ കൂട്ടം കൂട്ടമായി സംഘം സംഘമായി ദീനിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നത് താങ്കൾ കണ്ടുകഴിഞ്ഞാൽ എന്ന ആയത്ത് ഓതിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇന്നന്നാസ ദഖലു ഫീ ദീനില്ലാഹി അഫ്വാജ. ജനങ്ങൾ കൂട്ടമായിട്ടാണ് മക്കയിലെ മദീനയിൽ വെച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ഇതുപോലെ കൂട്ടം കൂട്ടമായി ഇസ്ലാമിൽ നിന്ന് ഇസ്ലാമിന്റെ വെളിയിലേക്ക് ജനങ്ങൾ പോവുക തന്നെ ചെയ്യും ലോകാവസാനത്തിന് തൊട്ടു മുമ്പ് എന്ന് ഈ സൂറത്ത് ഓതുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. നമ്മളിന്ന് ഈ തിരക്കിന്റെ ഇടയിലും ഈ വലിയ പരിപാടിയുടെ ഇടയിലും നമ്മൾ ഇങ്ങനത്തെ വിഷയങ്ങൾ വെക്കുന്നതും അതിനെക്കുറിച്ച് ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും ഇന്നത്തെ ലോകത്ത് അല്പമാഴത്തിൽ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെയും ചിന്തകളെയും വാദമറുവാദങ്ങളെയും സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമ്മൾ ഇന്നത് പറയുന്നത് ഇതിനെക്കുറിച്ച് പഠിക്കാനും ഇതിനെക്കുറിച്ച് സംവാദം നടത്താനും ഇതിനെക്കുറിച്ച് ബോധ്യം വരാനുമല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ദീനിൽ നിന്ന് കൂട്ടം കൂട്ടമായി നാം അറിയാതെ തന്നെ വെളിയിലേക്ക് പോകുന്ന സംഘത്തിന്റെ ഉള്ളിൽ ഞാനും നിങ്ങളും പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് പരിശുദ്ധ ഇസ്ലാം അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു, മുഹമ്മദ് നബിയുടെ ദൗത്യത്തിന്റെ ആരംഭം എങ്ങനെയായിരുന്നു, മുഹമ്മദ് നബി ഈ ലോകത്തിൽ നിന്ന് വഫാത്താകുന്ന സമയത്ത് ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിൽ ഈ ദീനിന്റെ അവസ്ഥ ഏത് തലത്തിലേക്ക് മാറി എന്ന് നമുക്കറിയാം. ലോകത്തൊരു ദർശനവും കാണുകയില്ല ഇത്ര കൃത്യമായി മതത്തിനും അള്ളാഹുവിനും പ്രവാചകനുമെതിരെ ഓൺലൈൻ മീഡിയകളിൽ തെറിവിളിക്കുന്ന മനുഷ്യരെ കുറിച്ചും ആ മനുഷ്യരുടെ പിന്നാലെ പോയി മതത്തിൽ നിന്ന് കൂട്ടം കൂട്ടമായി വെളിയിലേക്ക് പോയി ശോഷിച്ചു പോകുന്ന ദീനിനെ കുറിച്ച് പരിശുദ്ധ ഇസ്ലാം മുന്നറിയിപ്പും നൽകിയതുപോലെ പ്രവചിച്ചതുപോലെ ലോകത്ത് വേറൊരു ദർശനവും പ്രവചിച്ചിട്ടില്ല. നബിതങ്ങൾ തന്നെ പറയുകയാണ് ഇന്ന ദീന ബദഅ ഗരീബ ഫസയഊദു കമാ ബദഅ ഗരീബ ഫതൂബ ലിൽ ഗുറബ അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദ അന്നാസു മിൻ ബഅദി. ഈ ദീൻ തുടക്കത്തിൽ ഏറ്റെടുക്കാൻ ആരുമില്ലായിരുന്നു. ഞാനും അബൂബക്കറും ഉസ്മാനും അലിയും ഖദീജയും അടങ്ങുന്ന ചെറിയ ഒരു സംഘത്തിന്റെ മാത്രം മതമായി നിന്നിരുന്ന ദീൻ എങ്ങനെ തുടക്കത്തിൽ ആരുമില്ലാതെ കുറെ കാലം കഴിഞ്ഞു പോയോ ഇതിന്റെ ഒടുക്കത്തിലും ഒരാളുമില്ലാതെ വലിയ വലിയ കെട്ടിടങ്ങളും പള്ളികളും ഉണ്ടായിട്ടും നമസ്കരിക്കാനോ അല്ലാഹ് വിളിക്കാനോ മുസ്ലിം നാമമുള്ള ഗവൺമെന്റിന്റെ ലിസ്റ്റുകളിൽ OBC വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനും തയ്യാറാകാത്ത രീതിയിൽ അവസാന കാലഘട്ടത്തിൽ വരുന്ന ആളുകൾ മതനിഷേധത്തിലേക്ക് പോകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്. ധാരാളം ഹദീസുകൾ കാണാം, ആയത്ത് തന്നെ കാണാം. യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറാ വമാ അക്സറുൻ നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ. അല്ലാഹു തആല തന്നെ പറയുകയാണ്, ഈ ഖുർആനിന്റെ ആളുകളായി വന്ന് ഇതുകൊണ്ട് വിവരക്കേടും വഴികേടും നിഷേധവും പ്രചരിപ്പിക്കുകയും അതിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുകയും ചെയ്യുന്ന ആളുകൾ ധാരാളമായി വരും. പരിശുദ്ധ ഇസ്ലാം അതിന്റെ തുടക്കത്തിൽ തന്നെ അതിന്റെ ഒടുക്കത്തിൽ ഇത് സംഭവിക്കുമെന്ന് പ്രവചിച്ചു. ഇന്ന് എക്സ് മുസ്ലിമീങ്ങളും മതനിഷേധികളും യുക്തിവാദികളും മുസ്ലിം നാമധാരികളായ ദൈവനിഷേധികളും വർദ്ധിച്ചു വരികയും അവര് സംഘടനകൾ രൂപീകരിക്കുകയും കൂട്ടായ്മകൾ ഉണ്ടാക്കുകയും ഓൺലൈനിലും ഓഫ്ലൈനിലുമായി മനുഷ്യരെ മതത്തിൽ നിന്ന് വിദൂരത്താക്കുന്നതിനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ ആ പദ്ധതികൾ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ വഹയിന്റെ തഈദോടുകൂടി മാത്രം സംസാരിക്കുന്ന നാവിനുള്ള ഉറച്ച തെളിവായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ സോഷ്യൽ മീഡിയയിൽ ചിലരൊക്കെ വന്നിരുന്നിട്ട് പ്രവാചകനെ തെറിവിളിക്കും.
ഇസ്ലാമിന്റെ ആദ്യകാല പണ്ഡിതന്മാരെ തെരുവിളിക്കും. അങ്ങനെ തെരുവിളിക്കുമ്പോ ഖിയാമത്ത് സംഭവിക്കുകയില്ല. ഈ സമുദായത്തിന്റെ അവസാന കാലഘട്ടത്തിൽ വരുന്ന ആളുകൾ ഇതിന്റെ ആരംഭ കാലഘട്ടത്തിലുള്ള പ്രവാചകനെയും സഹാബാക്കളെയും തെരുവിളിക്കാതെ ലോകാവസാനം സംഭവിക്കുകയില്ല എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് വഹിയിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ച മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ദൈവീകതയും ആ പ്രവാചകത്വവും ആ നാടിന്റെ സത്യസന്ധതയും പുലരുകയാണ്. ഇവിടെ ഒരാൾ വന്നിരുന്നിട്ട് മുഹമ്മദ് നബിയെ തെരുവിളിക്കുമ്പോൾ ഞങ്ങൾ ഇസ്ലാം വിട്ടു, മതം വിട്ടു, ഞങ്ങൾക്ക് ഈ മതം വേണ്ട, ഈ മതത്തിന്റെ ആളുകളെ ഓരോന്നായി ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ വർഷവും ഞങ്ങളുടെ സമ്മേളനത്തിൽ ആള് കൂടുകയാണ് എന്ന് വീണ്ടും പറയുമ്പോ ആ വീണ്ടും പറച്ചിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ വ്യക്തമായ സത്യമായ പുലർച്ചയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. ആ സമ്മേളനത്തിൽ ആള് കൂടുന്നതോടുകൂടി പാമ്പതിന്റെ മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ ജീവിതത്തിൽ സ്വീകരിക്കുന്ന ആളുകൾ ഇല്ലാതെ ദീനിൽ നിന്ന് മനുഷ്യൻ അകന്നകന്ന് മദീനയിലേക്ക് ആരുമില്ലാതെ ദീൻ മടങ്ങുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞത് പുലരുകയാണ്. ഇവിടെ മുഹമ്മദ് നബിയെ തെരുവിളിക്കും. നാവാണ് മുഹമ്മദ് നബിയുടേത് എന്നതിന് വേറൊരു തെളിവും വേണ്ട. ഈ യുക്തിവാദികളുടെ തെറി മാത്രം വേണ്ട മതി. കാരണം ഇതും കൃത്യമായി പറഞ്ഞതാണ്. ഫിത്നയുടെ കാലം വരുന്നതിന് മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊള്ളുക, നന്മ ചെയ്ത് ഈ ലോകത്തിൽ നിന്ന് പരലോകത്തേക്ക് മടങ്ങാൻ നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. ഇരുൾമുട്ടിയ രാത്രി പോലെ രാവിലെ മുഅ്മിനായിരിക്കും, വൈകിട്ട് കാഫിറായിരിക്കും. വൈകുന്നേരം മുസ്ലിമായിരിക്കും, രാവിലെ കാഫിറായി പോകുന്ന അവസ്ഥയിലേക്ക് ഇരുൾമുട്ടിയ രാത്രി പോലത്തെ ഫിത്ന വന്ന് നിങ്ങളുടെ ഈമാനും ദീനും പരലോകവും നശിപ്പിച്ച് കളയുന്നതിന് മുമ്പ് അല്ലാഹുവിലേക്ക് നിങ്ങൾ ഓടിയെടുക്കുക, സൽക്കർമ്മത്തിലേക്ക് നിങ്ങൾ അതിവേഗം കുതിക്കുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവചനം പച്ചയായി പുലരുന്ന കാഴ്ചയാണ് നമ്മളുടെ ചുറ്റിലും ഫിത്നകൾ വർദ്ധിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഈമാനുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാൻ വർദ്ധിക്കാൻ, അവന്റെ വിശ്വാസം വർദ്ധിക്കാൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവിനെ കുറിച്ചും ആ സൃഷ്ടാവിന്റെ അവസാനത്തെ ദൂതനായ മുഹമ്മദ് റസൂലുള്ളാഹിയെ കുറിച്ചും ആ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ജീവിതത്തിലൂടെയും വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും അനുവാദത്തിലൂടെയും ലോകാവസാനം വരെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ മുസ്ലിമിനും മുഴുവൻ മനുഷ്യർക്കും അവരുടെ ജീവിതത്തിന്റെ സകലമായ പ്രശ്നങ്ങൾക്കും അല്ലാഹു തആല പരിഹാരം തന്നിട്ടുണ്ട് എന്ന വിശ്വാസത്തിനും ബലമേകുന്നതാണ് ഇന്ന് നമ്മളെ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന ഫിത്ന. ഈ ഫിത്നയിൽ നമ്മൾ അകപ്പെട്ടു പോകും. നമ്മളുടെ കൂട്ടത്തിലുള്ള ഈ അടുത്ത ദിവസം 2-3 പണ്ഡിതന്മാർ നമ്മളെ പോലെ ഇവിടെ നിന്ന് സനദ് വാങ്ങുന്നത് പോലെ അല്ലെങ്കിൽ മുൻകാല വർഷങ്ങളിൽ സനദ് വാങ്ങിച്ച നമ്മളെ പോലത്തെ ആളുകൾ യൂട്യൂബ് ചാനലിൽ വന്നിരിക്കുന്നു. 7 വർഷം പഠിച്ച് ഫാരിഗായി സനദും വാങ്ങിയ ആളുകൾ വന്നിരുന്നിട്ട് പ്രവാചകനെ, അല്ലാഹുവിനെ, ഇസ്ലാമിനെ, ഇസ്ലാമിന്റെ വ്യവസ്ഥകളെ, കിതാബുകളെ, ഇസ്ലാം ശാസ്ത്രീയമായി യാതൊരു അടിത്തറയും അടിസ്ഥാനവും ഇല്ലാത്ത മതമാണെന്നും സയന്റിഫിക് ടെമ്പർ ഇല്ലാത്ത മതമാണെന്നും കേരളത്തിലെ അറിയപ്പെട്ട ഒരു അറബി കോളേജിൽ നിന്ന് 7-8 കൊല്ലം പഠിച്ച് ഫാരിഗായി സനദ് വാങ്ങി പല പള്ളികളിലും ജോലി ചെയ്ത ഒരു വ്യക്തി 3 ദിവസം മുമ്പ് ഒരു ഓൺലൈൻ ചാനലിൽ വന്നിരുന്നിട്ട് സംസാരിക്കുന്ന കാഴ്ച അവിചാരിതമായിട്ട് കണ്ടു.
നബിതങ്ങൾ പറഞ്ഞ വാക്കിനൊരു പ്രത്യേകതയുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിൽ നിന്ന് വരുന്ന ഒരക്ഷരത്തിനാണെങ്കിലും ഒരു പ്രയോഗത്തിനാണെങ്കിലും അത് വഹീന്റെ തഈദുള്ളതായതുകൊണ്ട് അതിന് കൃത്യമായ അർത്ഥം കാണും. ബാദിറൂ ബിൽ അഅമാലി ഫിതന, ഫിതനയെ നിങ്ങൾ സൂക്ഷിക്കുക. കഖിതഇൽ ലൈലിൽ മുദ്ലിം, ഇരുൾമുറ്റിയ രാത്രി പോലെ. രാത്രി എന്ന് പറഞ്ഞ പോരെ, അല്ലെങ്കിൽ ഇരുട്ടെന്ന് പറഞ്ഞ പോരെ. എന്തിനാണ്? വജീസായ കലാമ് കൊണ്ട് സംസാരിച്ച് ശീലമുള്ള മുഹമ്മദ് റസൂലുള്ളാഹ് കഖിതഇൽ ലൈലിൽ മുദ്ലിം എന്ന 3 വാക്ക് ഉപയോഗിച്ച് നമ്മളോട് വരാൻ പോകുന്ന ഫിത്നയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയത്. നല്ല ഇരുട്ടുള്ള രാത്രി, നിലാവിന്റെ വെട്ടവുമില്ല, ലൈറ്റുമില്ല, കയ്യിൽ മൊബൈലിന്റെ ടോർച്ചുമില്ല. നമുക്ക് കൃത്യമായി അറിയുന്ന എന്നും നടന്നു പോകുന്ന വഴിയിലൂടെ നമ്മൾ നടന്നു പോയാലും നമുക്ക് വഴി തെറ്റും. ഒരു വെളിച്ചവും നമ്മൾ സ്ഥിരം പോകുന്ന വഴിയിൽ രാത്രിയിൽ പോകുന്ന സമയത്തില്ലെങ്കിൽ നമുക്ക് വഴി തെറ്റിപ്പോകും. വഴി കൃത്യമായി അറിയുമെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുകൂടി രാത്രി ഇരുൾമുറ്റിയതാണ്. വന്യജീവികൾ ആക്രമിക്കാം, വല്ല കുഴിയിലും വീഴാം, വല്ല വണ്ടിയും ഇടിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും തല്ലിക്കൊല്ലാം. ഇങ്ങനെ നമ്മൾ ചിന്തിക്കാത്ത, നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ സുരക്ഷിതമാണ് എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന വഴിയിലും മാർഗത്തിലും നമ്മളെ വഴിതെറ്റിക്കുകയും അപകടത്തിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്ന ഫിത്നകൾ നമ്മളുടെ ഇടയിലേക്ക് കടന്നു വരും. അതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്തിലൂടെ പ്രവാചകന്റെ ദൗത്യ പൂർത്തീകരണത്തിന്റെ സന്തോഷ വാർത്ത അല്ലാഹു അറിയിക്കുമ്പോൾ പൂർത്തീകരിക്കപ്പെട്ട ആ ദൗത്യത്തിൽ നിന്ന് ഘട്ടം ഘട്ടമായി പടിപടിയായി മനുഷ്യൻ പിന്മാറുന്നതിനെ കുറിച്ചും ഒടുക്കം ദീൻ പോലും ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു എന്ന് പറയുന്ന രീതിയിൽ നാമം പോലും ഇല്ലാത്ത രീതിയിൽ ഈ ദീൻ ലോകാവസാനത്തോടുകൂടി അവസാനിച്ചു പോകുമെന്ന് നമ്മളോട് പറയുന്നത്. ഈ ദീനിന്റെ അടിസ്ഥാനമായ കഅബ പോലും നിന്റെ ഹദീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ദീനിന്റെ അടിസ്ഥാനമായി നമ്മൾ കണക്കാക്കുന്ന നമ്മളുടെ ഖിബ്ലയായ ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് എന്ന് അല്ലാഹു പറഞ്ഞ കഅബ പോലും ഒളിക്കപ്പെടുന്ന രീതിയിൽ ദീൻ ലോകത്തിൽ നിന്ന് ഇല്ലാതാകുന്ന, ശോഷിച്ചു പോകുന്ന അവസ്ഥ ഖിയാമത്ത് നാളിന് മുമ്പ് സംഭവിക്കും. അങ്ങനെ ഇപ്പൊ നടക്കുന്ന സംഭവം കണ്ടിട്ട് ഇത് കണ്ട് പേടിച്ചിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതല്ല, മറിച്ച് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഈ പണി ചെയ്യുന്നവരെക്കാൾ വിശ്വാസമുള്ളവരാണ് അള്ളാഹുവിന്റെ റസൂലിലും ഇസ്ലാമിലും വിശ്വസിക്കുന്ന ഓരോ വിശ്വാസികൾ. പക്ഷെ നമ്മളുടെ പ്രശ്നം അതല്ല. നബിതങ്ങൾ പറഞ്ഞത് സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷെ ഞാനും നിങ്ങളും അറിഞ്ഞോ അറിയാതെയോ അതിൽ പെട്ടുപോകാതിരിക്കുക എന്നുള്ളത് നമ്മളുടെ ബാധ്യതയാണ്. അതിനുവേണ്ടിയെങ്കിലും സൂക്ഷിക്കുക. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലത്താണ് അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ ദീനിനകത്ത് ദീനിന്റെ നിയമങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളെ കുറിച്ച് പറയുമ്പോ ഇതേ ഹദീസ് തന്നെ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നി സമിഅതു റസൂലല്ലാഹി യഖൂൽ ഇന്നന്നാസ ദഖലൂ ഫീ ദീനില്ലാഹി അഫ്വാജാ വസയഖ്റുജൂന മിനദ്ദീനി അഫ്വാജാ എന്ന ഇതേ ഹദീസ് ജാബിർ റളിയല്ലാഹു അൻഹു ദീനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഹിജ്റയുടെ 1-ാം നൂറ്റാണ്ടിൽ ഒരു പ്രദേശത്തെ ആളുകൾ ഉണ്ടാക്കിയ സമയത്ത് ഇതേ ഹദീസ് തന്നെ ജാബിർ റളിയല്ലാഹു അൻഹു ഓതിക്കൊടുക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മതം എന്ന് പറഞ്ഞാൽ സൃഷ്ടാവായ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കും തീരുമാനങ്ങൾക്കും വിധേയപ്പെട്ട് നമ്മൾ ജീവിക്കുന്നതിനാണ് മതമെന്ന് പറയുന്നത്. അല്ലാതെ മതം എന്ന പ്രത്യേക ഒരു സാധനമില്ല. പലപ്പോഴും നമ്മളുടെ ദേഹേച്ഛകൾക്ക് വഴങ്ങി മതത്തിന്റെ പല ആരാധനാ കർമ്മങ്ങളും അല്ലെങ്കിൽ പല ഭാഗങ്ങളോടും നമ്മൾ മതനീരസം കാണിക്കാറുണ്ട്. വൈകാരികമായ ചില പ്രശ്നങ്ങളുടെ പേരിൽ മതത്തെ തന്നെ കുപ്പായം ഊരി മാറ്റുന്നത് പോലെ ഊരി മാറ്റുന്ന ഒരു പ്രവണത ഇന്ന് നമ്മൾ കണ്ടുവരുന്നു. അതിനെയാണ് നമ്മൾ മതനീരസം എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും മനുഷ്യൻ
നൈസർഗികമായി തന്നെ ഏതെങ്കിലും ഒരു നിയമത്തിന്റെ ചട്ടക്കൂട്ടിൽ അടങ്ങി ഒതുങ്ങി നിന്ന് ജീവിക്കാൻ നൈസർഗികമായി മനുഷ്യൻ വിമുഖത കാണിക്കുന്നതാണ് മനുഷ്യന്റെ പ്രകൃതം. നമ്മളുടെ മുമ്പിലേക്ക് ദീനിന്റെ പല കാര്യങ്ങളും ദീനിന്റെ പല നിയമങ്ങളും അള്ളാഹുവിന്റെ പല നിയമങ്ങളും നമ്മളുടെ മുമ്പിലേക്ക് വരുമ്പോ ചിലപ്പോ നമ്മളുടെ മടിയുടെ പേരിൽ, നമ്മളുടെ ഇച്ഛയുടെ പേരിൽ, നമ്മളുടെ ചില വൈകാരികമായ തീരുമാനങ്ങളുടെ പേരിൽ നമ്മൾ ദീനിന്റെ നിയമങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്യുന്നത് പോലെയും ഫത്വ കൊടുക്കുന്നത് പോലെയും ചെയ്തതിനെ പിന്നീട് ന്യായീകരിക്കുന്നത് പോലെയുള്ള പ്രവൃത്തിയാണ് മുട്ടിയ രാത്രി പോലത്തെ ഫിത്ന എന്ന് പറയുമ്പോ ആ ഫിത്ന എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാരും മതം വിട്ട് യുക്തിവാദ പ്രസ്ഥാനത്തിൽ ചേരുന്നല്ല. ദീനിന്റെ ഉള്ളിലുള്ള പലതിനെയും അതിശക്തമായ ഭൗതികവാദത്തിന്റെ കടന്നുവരവോടുകൂടി നമുക്ക് തന്നെ മോശമായിട്ടും ശരിയല്ലാത്തതായി തോന്നുന്ന ഒരുതരം അപകർഷതാബോധം നമ്മളുടെ മനസ്സിൽ രൂപപ്പെടും. ഇതും മുഅ്മിനീന്റെ ഭാഗമാണ്. നമ്മളുടെ മുമ്പിലേക്ക് ചിലത് വരുമ്പോ നമ്മൾ അതുവരെ മനസ്സിലാക്കി വെച്ചിരുന്ന അള്ളാഹുവിന്റെ നിയമങ്ങൾ അത് തന്നെയാണോ ശരി, അതല്ല അത് തെറ്റാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന അവസ്ഥ വരും. പ്രത്യേകിച്ച് സമ്പത്ത് നമ്മളുടെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് പുതിയ പല കച്ചവടങ്ങളും പല കച്ചവട രീതികളും നമ്മളുടെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് ഇത് അള്ളാഹുവിന്റെ നിയമവുമായി പൊരുത്തപ്പെടുന്നതല്ല എന്ന് ഉത്തമ ബോധ്യം ഉണ്ടായിരിക്കെ തന്നെ ഇത് അല്ലാഹുവിന്റെ ദീനിന്റെ നിയമത്തിനെതിരാണെന്ന് വർഷങ്ങളായി പഠിച്ചും എഴുതിയും പ്രസംഗിച്ചും ശീലിച്ചിരിക്കെ തന്നെ ചിലപ്പോ ഭൗതികമായ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ തൊപ്പിയും താടിയുമുള്ള ആളുകൾ ആ ഭാഗത്ത് ഉണ്ട് എന്ന ധാരണയുടെ പേരിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ദീനിനെ മാറ്റി ദീനിന് വിരുദ്ധമായി പലതും പറയുകയും പ്രവർത്തിക്കുകയും പ്രേരിപ്പിക്കുകയും അതിലേക്ക് ദഅവത്ത് ചെയ്യുകയും ചെയ്യുന്നതടക്കം മുഅ്മിനീന്റെ ഉള്ളിൽ വരും. ഇങ്ങനെ പതിയെ യുദ്ധത്തിന്റെ വാദം പോലും യാതൊരു മടിയുമില്ലാതെ പള്ളി മിമ്പറുകളിൽ കെട്ടിയും തലേക്കെട്ടും കെട്ടിക്കൊണ്ട് പറയാൻ ധൈര്യപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരും. നമ്മളുടെ നാട്ടില് കുറെ വർഷങ്ങളായി അല്ലാഹുവിലേക്ക് ദഅവത്ത് ചെയ്ത് ശീലിച്ചിരുന്ന മനുഷ്യർ സ്വർണ്ണക്കടകൾക്ക് അല്ലാഹുവിന്റെ തഅലീമിന്റെ ഇസ്മായ അസ്മാഉൽ ഹുസ്നയുടെ നാമം വെച്ച് കട തുടങ്ങുകയും ആ കടയിൽ നടക്കുന്ന പല ഇടപാടുകളും പല നിക്ഷേപങ്ങളും പല ലാഭ റിട്ടേണുകളും നമ്മളൊക്കെ കാണുമ്പോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പരസ്യങ്ങൾ കാണുമ്പോ അതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളും പ്രചരണങ്ങളും കാണുമ്പോ നമ്മള് ഒന്നാം ക്ലാസ് അല്ലെങ്കിൽ രണ്ടാം ക്ലാസ്സില് എന്ത മുതൽ ഫിഖ്ഹിന്റെ പ്രാഥമിക കിതാബ് മുതൽ പഠിച്ചു വരുന്ന റിബൽ ഫളിന്റെ നിയമങ്ങൾ, റിബൽ ഫളിന്റെ സ്വഭാവങ്ങൾ, റിബൽ ഫളിന്റെ പ്രശ്നങ്ങൾ, റിബൽ ഫളിന്റെ കടുപ്പങ്ങൾ നമ്മൾ മറന്നു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു. ഇങ്ങനെ അതും കഴിഞ്ഞ് നമ്മള് ഫിഖ്ഹിന്റെ ഉസൂല് കിതാബുകളിൽ പഠിച്ചു വെച്ചിരിക്കുന്ന വ്യക്തമായ ഉസൂല് പോലും മറന്നുകൊണ്ട് നമുക്ക് പലതിനെയും ന്യായീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും നമ്മളെ കൊണ്ട് സാധിക്കുന്നത് ഇരുൾമുട്ടിയ രാത്രി പോലെ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഉള്ളിലേക്ക് ദീനിന്റെ നിയമങ്ങളെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി പടച്ചവൻ പറഞ്ഞ നിയമങ്ങൾക്കപ്പുറം മറ്റ് പലതിന്റെയും നിയമങ്ങൾക്ക് മുമ്പിൽ തലകുനിക്കുകയും അടിമപ്പെടുകയും അതിന് വശംബതരായി ദീനിന്റെ നിയമങ്ങൾ പോലും മാറ്റിപ്പറയാനും സംസാരിക്കാനും ധൈര്യപ്പെടുന്ന രീതിയിൽ അതൊരു തെറ്റാണെന്ന് പോലും ആ ധൈര്യം ഏറ്റവും കടുത്ത നാശത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന ധൈര്യമാണെന്ന് തിരിച്ചറിവ് പോലും ഇല്ലാത്ത രീതിയിൽ പണ്ഡിത സമൂഹം മാറുന്നത് മുതൽ നമ്മൾ ഇപ്പൊ പറഞ്ഞതുപോലെ ചാനലുകളുടെ മുമ്പിൽ വന്നിരുന്നിട്ട്
മുഹമ്മദ് നബിയെയും അള്ളാഹുവിനെയും തെറിവിളിക്കുന്ന സനതുള്ള ഫാരിഹായ ഡിഗ്രിയുള്ള അറബി സംസാരിക്കുന്ന ഉറുദുവും ഫാരിസിയും വായിക്കുന്ന മുസ്ലിയാക്കന്മാർ വരെ രൂപപ്പെടുക എന്നുള്ളത് വാദിനുബിൽ അഅ്മാലി ഫിതന കഖിതഇൽ ലൈലിൽ മുസ്ലിം യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ വയുംസി റജുലു മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ യബീഉ ദീനഹു ബിഅറമിൻ മിന ദുനിയ എന്ന ഹദീസിലെ പ്രഖ്യാപനത്തിന്റെ പുലർച്ചയും ആ പ്രവചനത്തിന്റെ യാഥാർത്ഥ്യവുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് മതനീരസത്തെ കുറിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് നിലനിൽക്കുന്ന ദൈവം, അതിന്റെ അസ്തിത്വം, മതം, അതിന്റെ ആവശ്യകത, അങ്ങനത്തെ വാദങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാഞ്ഞത്. ചുരുങ്ങിയ പക്ഷം മതനീരസം എന്ന ടൈറ്റിൽ കാണുമ്പോ, ഹെഡിങ് കാണുമ്പോ, എന്ന ബോർഡ് കാണുമ്പോ, ലേഖനങ്ങൾ കാണുമ്പോ, പ്രഖ്യാപനങ്ങൾ കാണുമ്പോ ഈ മതനീരസവും ഇതിന്റെ പിന്നാലെ പോകുന്ന ആളുകളുടെ എണ്ണക്കൂടുതലും ഇവരുടെ സമ്മേളനങ്ങളും ഇവരുടെ ആഘോഷങ്ങളും ഇവരുടെ പോസ്റ്റുകളും ഇവരുടെ സ്റ്റാറ്റസുകളും ഇവരുടെ ലൈക്കുകളും ഇവരുടെ കോളുകളും ഇവരുടെ സകലമാന പബ്ലിസിറ്റി സ്റ്റണ്ടുകളും മുഹമ്മദ് റസൂലുള്ളാഹിയുടെ നബിയത്തിന്റെ സാക്ഷ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈമാൻ വർദ്ധിക്കുന്ന ഒരു അവസ്ഥയിലേക്കെങ്കിലും നമ്മൾ എത്തുക. അല്ലാഹു തആല ഈമാനിനെ, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ ഒരായത്ത് കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അവർ അല്ലാഹുവിന്റെ പ്രകാശത്തെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നു. യൂട്യൂബിലും മറ്റു പല സ്ഥലങ്ങളിലും നമ്മളുടെ സ്റ്റാറ്റസുകളിലും നമ്മളുടെ വീട്ടിലെ ചെറിയ മക്കളുടെ ഫോണുകളിൽ പോലും അവരുടെ മുഖങ്ങൾ, അവരുടെ വർത്തമാനങ്ങൾ, അവരുടെ സംസാരങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അല്ലാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണത്. വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. ആന് ഓതുന്നതിനനുസരിച്ച് കെടുത്താൻ ശ്രമിക്കുന്ന ഈ ആളിക്കത്തുന്നത് പോലെ ഈ പ്രവർത്തനം കൂടുതൽ ശക്തമാകുന്തോറും മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പ്രവാചകത്വത്തിന്റെ തെളിവ് തെളിച്ചമുള്ളതായി നമ്മളുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നു എന്ന ഒരു കാര്യമെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് അതിലാള് പെട്ടുപോയി എന്ന് പറയുമ്പോ, അവർക്ക് ആള് കൂടുന്നു എന്ന് പറയുമ്പോ, അള്ളാഹുവിന്റെ റസൂല് തന്നെ, ഇസ്ലാം തന്നെ, ദീൻ തന്നെ വ്യക്തമായി നമ്മളോട് കാലേകൂട്ടി പറഞ്ഞു വെച്ച കാര്യമാണ്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ഭൗതികമായ താല്പര്യങ്ങൾക്കോ നേട്ടങ്ങൾക്കോ ആരുടെയെങ്കിലും പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയോ ആരെയെങ്കിലും പേടിച്ചോ മാറ്റി പറയാനോ ദീനിനെ ഇല്ലാതാക്കുന്ന തരത്തിൽ നമ്മളുടെ ഫത്വകളും നമ്മളുടെ സംസാരങ്ങളും നമ്മളുടെ പ്രസംഗങ്ങളും നമ്മളുടെ എഴുത്തുകളും നമ്മളുടെ കോലങ്ങളും മാറാതിരിക്കുക എന്നത് മാത്രമാണ് ഒരു പണ്ഡിത കൂട്ടായ്മ എന്ന നിലയിൽ ഈ വിഷയം സംസാരിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ചൂട് സമയത്തും നിറഞ്ഞ വയറുമായി ഇത്രയും സമയം ക്ഷമിച്ചിരുന്ന് എന്നെ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനിൽ തന്നെ മരിക്കാൻ നാം ഓരോരുത്തർക്കും ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുന്നു. ജസാക്കല്ലാഹു ഖൈറ. മതനീരസം എന്നതിന്റെ നിർവചനം സുവ്യക്തമായി ഈ സദസ്സിന് മനസ്സിലാക്കി തന്ന കശാഫിന്റെ പുത്രൻ അസ്ലം മൗലവി കരുനാഗപ്പള്ളി അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഇൽമിൽ ബറക്കത്ത് ചെയ്തു.